ഹായ് ഫ്രണ്ട്സ്, ഹ്യൂമൻ ഫോർ നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് വ്യത്യസ്ത ഇനം പൂക്കളെ പരാഗണത്തിലൂടെ എങ്ങനെ പുതിയൊരു ഇനമാക്കി മാറ്റാമെന്ന് കമ്മന ബാലകൃഷ്ണൻ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ചെമ്പരത്തിയിൽ രാവിലെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത കളറുകളിലെ ചെമ്പരത്തിയിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ രാവിലെ ഇതിൽ നിന്ന് പൂമ്പൊടി ഇങ്ങനെ തിരിയും മുറിച്ചെടുത്തിട്ട് ഇതുപോലെയുള്ള അത് ചുവപ്പാണ്, ഇത് റോസ് കളറാണ്. ഈ റോസ് കളറുള്ള ചെമ്പരത്തിയിലേക്ക് ഇതിൻ്റെ പെൺപൂവിൻ്റെ ഭാഗമാണ് ഇതിലേക്ക് ഈ പൂമ്പൊടി പതിച്ചു കൊടുത്താൽ ഇങ്ങനെ പതിച്ചു കൊടുത്താൽ ഇത് വീണ് പോകാതെ ഇതിൽ നിന്ന് വിത്തുണ്ടാവും. ഈ പൂവ് കരിഞ്ഞു പോയാലും ഇവൻ്റെ ഈ ഇലഞ്ഞെട്ടി ഭാഗമില്ല, ഇത് വീണ് പോയില്ല, അത് കായായിട്ട് വിത്തുണ്ടാവും. അത് പരാഗണം നടന്നാലേ അതുണ്ടാവും. പരാഗണം വിത്തുണ്ടാകുമ്പോൾ ആ വിത്ത് ഉണങ്ങി വരുമ്പോൾ മുളപ്പിച്ചെടുത്തിട്ട് നമ്മൾ പോട്ടി മിക്സിൻ്റെ കവറിൽ മുളപ്പിച്ച് തൈയാക്കി എടുത്താൽ ആ തൈയിൽ നിന്നുണ്ടാകുന്ന ഈ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കളറായിരിക്കും, സങ്കരയിനായിട്ട് വരും. അതാണ് ഇപ്പം അങ്ങനെ വിത്തിട്ട് തൈ കാണാം. ഇവിടെ മഞ്ഞ കളറുള്ള, അതായത് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഇതിലിപ്പോൾ പരാഗണം നടത്തിയിട്ട് ഇത് മഞ്ഞപ്പൂവാണ് ഉണ്ടാവുക, ഒരു പ്രത്യേക കളർ മഞ്ഞ, സാധാരണയല്ല. അതിൻ്റെ പൂവ് എവിടെയെങ്കിലും കാണിച്ചില്ല. ഇത് ആ കളർ, ഇത് വീഴാതെ നിൽക്കുക, അത് കായായി മൂത്ത് വരുമ്പോൾ ഈ ഏതാണ്ട് വെണ്ടവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇത് കിട്ടും. ഇതിൽ നിന്ന് വീണുപോയി വിത്ത്, ഇതിലാണ് വിത്തുണ്ടാവുക. ഇതിൽ നിന്ന് വിത്ത് പൊഴിഞ്ഞു പോയി, എന്നാലും വിത്തുണ്ട്. ഇതാ വിത്ത്. ഇത് നേരത്തെ പറഞ്ഞ അതുപോലെ പരാഗണം നടത്തിയിട്ടുണ്ടായതാണ്. ഇതിൽ ഇത്രയും വിത്തുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കവറിലിട്ടാൽ മുളപ്പിച്ചെടുക്കാം. വളം കൂടിയ പിന്നെ കവറിലേക്ക് ഇങ്ങനെ വിത്തിട്ട് കൊടുത്താൽ മതി. മുളച്ച് വരും. നമ്മളെല്ലാം അത്രയും ചെയ്തുണ്ടായി കഴിഞ്ഞാൽ പുതിയ ഇനങ്ങളുണ്ടായ ആ നാട്ടുകാർക്ക് ഇങ്ങനെ കൊടുക്കലാണ്, വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്തു വിടും. ഇതൊക്കെ കായാവുന്നതാ, കുറച്ചുകൂടി കായായി ഉള്ളിൽ നിന്ന് കടന്നു വരും പുറത്തേക്ക്, കണ്ടില്ലേ? ഇത് രണ്ടും കായാവുന്നുണ്ട്. പൂ പൊഴിഞ്ഞതിന് ശേഷം ഇത് മാത്രം വീണ് പോകാതെ നിൽക്കും. ഇത് കരിയും അല്ലേ? നേരെ അവിടുത്തെ പരാഗണം നടക്കാത്തതാണ്, അത് അണ്ടടക്കം വീണു പോകും. പക്ഷെ ഒന്നിൽ തന്നെ 3-4 കളർ ടൈപ്പ് ഗ്രാഫ്റ്റ് ചെയ്യണം, എന്നാലേ അങ്ങനെ കളർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നിൽ തന്നെ പല ഇത് വരണമെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതിലിപ്പോൾ ഇത് വിത്താവും, വീണ് പോകാതെ നിൽക്കുന്നു. വിത്ത് പൊടിപ്പിച്ചാണല്ലേ ചെമ്പരത്തി വിത്ത് മുളച്ചുണ്ടായ. ഇതൊക്കെ ഇനി പറിച്ച് കേട്ടാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറായി വരും.